എനിക്ക് മാത്രമായിരുന്നു കൗതുകം ലാൽ സാറിൻ്റെ മോനാണല്ലോ എന്നുള്ളത്. പുള്ളിക്ക് ആ ഒരു ഭാവവും ഇല്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ധാരണയും ഇല്ല. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. വളരെ സിമ്പിളാണ്. അങ്ങനെ പുള്ളിക്ക് ലാൽ സാറിൻ്റെ മകനാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അല്ല, നമ്മൾ കാണുന്നതല്ലേ, കുറേ ആളുകളെ കാണുന്നതാണ്. അതിലൊക്കെ എന്ത് വ്യത്യസ്തനാണല്ലേ ഈ അതെ, ഈ ഞാൻ പറഞ്ഞില്ലേ പുള്ളിയെ പറ്റി മുമ്പ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് നേരിട്ടത് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളോടൊപ്പം നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ജീവിച്ചു പോകുന്നപ്പോൾ ആണ് മനസ്സിലായത് എന്താണ് അയാളൊരു പക്ക ജെന്യുവൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ബേസിക്കലി പുള്ളി അതാണ്. ഈ ലൊക്കേഷനിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ കൂടുതൽ സംസാരത്തിനായിരിക്കുമല്ലോ ഏറ്റവും പ്രിയം. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ പ്രണവ് പറഞ്ഞ ഒരു അനുഭവം എന്തായിരിക്കും? ആ പുള്ളി ഇങ്ങനെ ഒത്തിരി യാത്രകളെ പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറേ നല്ല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ നമുക്ക് എന്ത് പറയാൻ, വളരെ നമുക്ക് ചില പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ പേഴ്സണൽ ടോക്കിൽ സംസാരിച്ചിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് കേട്ട് നമ്മൾ ത്രില്ലടിച്ചിരിക്കും. നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. മീൻസ് വളരെ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യം. എസ്പെഷ്യലി യാത്രകളെ പറ്റി വളരെ ഗ്രാഹ്യമുള്ള ഒരാളാണ്. വളരെ നന്നായിട്ട് പറഞ്ഞു തരും. ഒരു സംസാര രീതി തന്നെ വളരെ സ്ലോ ആയിരിക്കും അല്ലേ? ഭയങ്കര പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ.